ചിക്കൻ പീസാക്കി വെച്ചത്, 2 സവാള ചോപ്പ് ചെയ്തത്, 2 തക്കാളി ചോപ്പ് ചെയ്തത്. ഇത് ഗീയിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ. ജീരകപ്പൊടി 2 സ്പൂൺ, കാശ്മീരി മുളക് പൊടി, ചിക്കൻ ആവശ്യമുള്ള ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 6 പച്ചമുളക്, ആവശ്യത്തിന് ഗീ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി ഒരുവിധം വാടി വരണം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർക്കാം. ഇനി അതിലേക്ക് കുറച്ച് ബേ ലീഫ്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർക്കുക. ചിക്കൻ ഇനി ഈ നെയ്യിൽ കിടന്ന് ഒന്ന് വാടി വരട്ടെ. ചിക്കൻ്റെ വൈറ്റ് കളർ ഒരുവിധം ആയെന്ന് വരുമ്പോൾ അതിലേക്ക് 2 സവാള ചേർക്കുക, മുളകും ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി വരുന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി എല്ലാം കൂടി ഇളക്കി കൂട്ടിയിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി നമ്മൾ ചോപ്പ് ചെയ്തില്ലേ, അതും കൂടി ചേർക്കുക. എന്നിട്ട് ഇളക്കി വീണ്ടും മൂടി വയ്ക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, ജീരകപ്പൊടി, അതും പെരുംജീരകപ്പൊടിയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടുക. കറി ഏകദേശം റെഡിയായി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇറക്കി നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. എങ്ങനെയുണ്ട്? കാണാൻ നല്ല സ്റ്റൈലല്ലേ? സൺഡേ സ്പെഷ്യൽ.